നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന തൈരാണ്. 1/2 കപ്പ് തൈരിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ പൊടിയായിട്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിയുന്നു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരിൽ നിന്ന് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ പ്യൂരി ആക്കിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് സിംല മിർച്ചിയും സവാളയും ചേർക്കുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഫൈനലായിട്ട് ഗരം മസാലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ